പാപ്പി ഇത് മറ്റേ ഇത്താത്ത കൊണ്ടുവന്ന ചക്കല്ലേ? ആ അതെ, സെക്കൻഡ് താത്ത കൊടുത്തയച്ചതാ. ഉമ്മാക്ക് കൊണ്ടുവന്നാണ്. ചക്ക വെക്കുന്നൊരു ആഗ്രഹം പാപ്പിക്കുന്നു, ചക്ക വെച്ച് കഴിക്കണം. അപ്പൊ ഇന്ന് പുറത്തൊക്കെ പോയി വന്നതാ. പിന്നെ ചായ ഞങ്ങൾ കട്ടൻ കുടിച്ചു. പക്ഷെ എന്താ അറിയില്ല, ഇന്ന് ചക്ക തന്നെ ഉണ്ടാക്കണമെന്ന്. ഇപ്പൊ ഇന്ന് ലീവും കൂടി ഇല്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കുക്കറിലിട്ട് 2 വിസിലൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഉണ്ടല്ലോ ചക്ക ഫ്രൈ ഉണ്ടാക്കിണ്ടായി. ചക്ക ഫ്രൈ ഉണ്ടാക്കിയോ? കിട്ടിയോ ചക്ക? ഉസ്മാക്ക് കൊണ്ടുവന്ന്. അതെ, ഞങ്ങള് പിന്നെ ഇന്ന് പുറത്ത് പോയപ്പോഴേ നേരെ വൈകിപ്പോയി. ഞാൻ ഉണ്ടാക്കിയത് ഞാൻ യൂട്യൂബിലിട്ടുണ്ട്. ഇനി ഇത് ഇടാം. ഇത് യൂട്യൂബിലിടോ? ചക്ക വാരിയിടാം കുക്കറിലേക്ക്. ഇതുപോലെ ചക്ക മൊത്തം വാരിയിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർക്കുക. മഞ്ഞപ്പൊടി ശകല മഞ്ഞപ്പൊടി ചേർക്കുക. പിന്നെ ഉപ്പോ? ശേഷം ഉപ്പ് ഇടുക. ഇതിൽ പിന്നെ തേങ്ങ അരച്ച് പിന്നെ നമ്മൾ അരവ് ചേർക്കണം. തേങ്ങ ചെറിയ ഉള്ളി ഒക്കെ ഇട്ട് അരച്ചതിന് ശേഷം നമുക്കതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചക്കക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ ചക്ക ചോറുണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഉണ്ടാക്കാത്ത. അതെപ്പോഴും പാപ്പം പറയും. ചക്കയിൽ ചോറും കൂടി ഉണ്ടാക്കിക്കൂടി ഇരുന്നില്ലേ ചോദിക്കാറുണ്ട്. എന്താണ് ഇപ്രാവശ്യം ചക്ക ഞാൻ വെച്ചതേ ഇല്ല, മറന്നു പോയി, ഓർമ്മയില്ല ചക്കക്കൂട്ടൻ എങ്ങനെ വെക്കണം. ഇതിലേക്ക് ഇനി ഇപ്പൊ എന്താ നമ്മൾ ചെയ്ത് ചക്ക എടുത്തു, ചക്ക ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് ഇനി വെള്ളം ഒഴിക്കാം. ഈ വെള്ളം മതി അല്ലേ? മതിയാവൂലേ? മതിയായിരിക്കും. മതി. എന്നിട്ട് അടച്ച് വെക്കാം. അടച്ച് വെച്ചു. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് വയ്ക്കാം. ഒരുപാട് പണികൾ. ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ചക്ക റെഡി ആയിട്ടുണ്ട്. ചെക്കനല്ല, അതൊന്നും ഇപ്പോഴേ ആലോചിക്കണ്ട. ചക്ക റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഗ്രേവി ഇതിലേക്ക് ഇടാം. തേങ്ങ അല്ലേ? ഇതിലെന്തൊക്കെ ഇട്ടുള്ള? ഇതിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, അന്ന് പെട്ടെന്ന് റെഡി ആക്കിയതാണ്. ചുവന്നുള്ളിയും പച്ചമുളക്, ജീരകം, നല്ല ജീരകം, എനിക്കെല്ലാം കൂടി ആയിട്ട് കൺഫ്യൂഷൻ ആവുണ്ടാവും ചേർത്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറയാം. ചുവന്നുള്ളി, നല്ല ജീരകം, പച്ചമുളക്, ഇതെല്ലാം കൂടെ ചേർത്ത് തേങ്ങയും കൂടെ ചേർത്ത് അരച്ചെടുത്തത് ഈ ചക്കയിലേക്ക് ഒഴിച്ചു അല്ലേ? ഇനി ഇത് വേവിക്കണം. പതുക്കെ തിളച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കാം. മിക്സ് ചെയ്യട്ടെ. കാണാൻ നല്ല ടേസ്റ്റുള്ള പോലെ ഉണ്ട്. എനിക്കിതുപോലെ വെള്ളം ഇല്ലാത്തതാണ് ഇഷ്ടം. എനിക്കിതുപോലെ തന്നെ ഇഷ്ടം. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ആന്തിക പല്ലിന്ന് ക്ലിപ്പിട്ട് വന്നതുകൊണ്ട് അവൾക്കിത് കഴിക്കാൻ നല്ല പാകം. അവന്തിക എന്ന് പറഞ്ഞ പാപ്പിന്റെ മോളാണ്, എൻ്റെ വലിയ മോളാണ്. പിളിപ്പിലി ആയിട്ടുണ്ട് ചക്ക. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. യെസ്, കാരണം ചക്ക ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നതല്ലേ. ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തള പോലെ വന്നാൽ പോരെ? ചെറിയ തള വന്നോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കരിവേപ്പില കറിവേപ്പില ഇട്ടു. വെളിച്ചെണ്ണ ഒഴിക്കാൻ. പച്ച വെളിച്ചെണ്ണ അല്ലേ ഒഴിക്കണേ?
ഇനി മതി. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ആ നാടൻ സ്മെല്ല് ഉം. സ്മെല്ലിനൊക്കെ നിങ്ങൾ മലയാളത്തിൽ പറയും. അയ്യോ സ്മെല്ലിന് മണമെന്നാണെന്ന് താങ്കൾക്ക് അറിയില്ലേ? ഇല്ല, അല്ല ഒരു നാട്ടില് വേറെ നീലുണ്ട്. മണത്തിന് മണം തന്നെ ആയിരിക്കും പറയാൻ തോന്നണേ. ചക്ക റെഡി ആയിട്ടുണ്ട്. അടിപൊളിയുണ്ട് കാണാൻ. ചക്ക എന്താണ് ചക്ക വെച്ചത് ചക്ക വെച്ചതിനൊക്കെ എന്താണ് പറയാ? ആ ഇനി നമുക്കിത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചക്ക കൂട്ടാൻ എന്നാണ് പറയാ. കൂട്ടാൻ. ആരെ വെച്ച് കൂട്ടാൻ? കൂട്ടി കഴിക്കാൻ. ആ അതായത് ചക്ക നമ്മൾ ചോറിന്റെ കൂട്ടത്തിൽ കൂട്ടി കഴിക്കില്ലേ, അപ്പോൾ ചക്ക കൂട്ടാൻ. നമുക്കിത് ചക്ക വേറെ എന്തെങ്കിലും കൂടെ കൂട്ടി കഴിക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കണം അതിന് ചക്ക കൂട്ടാൻ. ചക്ക മതി. ഞാൻ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കുന്നില്ല രാത്രി. പാപ്പിക്ക് ഷുഗറാ? ഷുഗർ നല്ല നോർമലാണ്. എങ്കിലും ഞാനൊന്നും അങ്ങനെയൊന്നും കഴിക്കാറില്ല രാത്രി ഭക്ഷണം. ലേറ്റായി ചമ്മന്തി വേണം. പറഞ്ഞോളി. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണേ. ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ. ബൈ.